ശരിയായ ആശയവിനിമയത്തിലൂടെ മാത്രമേ നല്ലൊരു ദാമ്പത്യ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. പലപ്പോഴും തമ്മിൽ സംസാരിക്കാത്തതാണ് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. സംസാരം കുറയുമ്പോൾ കാലക്രമേണ ഇത് പരസ്പര വിശ്വാസം, സ്നേഹം, അടുപ്പം എന്നിവയെല്ലാം ഇല്ലാതാക്കുന്നതിന് കാരണമാകും. പരസ്പര തെറ്റിദ്ധാരണയുണ്ടാകാനും ഇത് ഒരു കാരണമാകാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങൾ ഇതാണ്. 1. തിരഞ്ഞെടുത്ത കാര്യങ്ങൾ മാത്രം കേൾക്കുക. മുൻവിധികളുമായോ അജണ്ടയുമായോ യോജിപ്പിക്കുന്ന സംഭാഷണത്തിന്റെ പ്രത്യേക ഭാഗങ്ങളിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഈ ലിസണിംഗ് നിങ്ങളുടെ പങ്കാളിയുടെ വീക്ഷണം പൂർണ്ണമായി മനസ്സിലാക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുകയും തെറ്റിദ്ധാരണകൾക്കും സംഘർഷങ്ങൾക്കും ഇടയാക്കുകയും ചെയ്യും. 2. പങ്കാളിയിൽ നിന്ന് വ്യതിചലിക്കുക. ബാഹ്യ ഘടകങ്ങളാൽ അല്ലെങ്കിൽ സ്വയം പല ചിന്തകളാലും പലർക്കും പങ്കാളിയിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഉദാഹരണത്തിന്, കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ എപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ ഏർപ്പെട്ട് പങ്കാളിയുമായി സമയം ചെലവഴിക്കാൻ കഴിയാതെ വന്നേക്കാം. ഇത് പങ്കാളിയുമായുള്ള നേത്രസമ്പർക്കം കുറയ്ക്കാൻ കാരണമാകും. പരസ്പരം കണ്ണുകൾ നോക്കി സംസാരിക്കുന്നത് ബന്ധത്തിലെ സ്നേഹം കൂട്ടാനും അതുപോലെ ബന്ധം ദൃഢമാക്കാനും ഇത് സഹായിക്കും. പങ്കാളിയിൽ നിന്നുള്ള വ്യതിചലനം പലപ്പോഴും സംഭാഷണങ്ങൾ കുറയ്ക്കുകയും പരസ്പരമുള്ള ശ്രദ്ധ പോലും ഇല്ലാതാക്കുകയും ചെയ്യും. 3. സംഭാഷണം തടസ്സപ്പെടുത്തുക. പങ്കാളിയെ സംസാരിക്കാൻ അനുവദിക്കാതെ എപ്പോഴും ഇടയ്ക്ക് കയറി അവരുടെ സംഭാഷണത്തെ തടസ്സപ്പെടുത്തുന്നത് ആശയവിനിമയത്തിന്റെ കുറവ് മൂലമാകാം. അവർ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമയോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ മാനിക്കാതെ ഇരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ഇത് പങ്കാളിക്ക് സംസാരിക്കാനും സ്വന്തം അഭിപ്രായങ്ങളും ചിന്തകളും തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയുമാണ് ഇല്ലാതാക്കുന്നത്. 4. വികാരങ്ങളെ സാധൂകരിക്കുന്നതിലെ പരാജയം. പങ്കാളിയുടെ വികാരങ്ങൾ അംഗീകരിക്കുന്നതിനും സാധൂകരിക്കുന്നതിനും പകരം നിങ്ങൾ അവരുടെ വികാരങ്ങൾ നിരസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്ത പക്ഷം അവരുടെ വികാരങ്ങൾ അസാധുവായതുമായി തോന്നുകയും അതുവഴി ഫലപ്രദമായ ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരം കുറയുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആശയവിനിമയം എന്ന ഘടകം ജീവിതത്തിൽ ബന്ധത്തിന്റെ ആഴം കൂട്ടുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്.